ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ അനുകമ്പ തോന്നി. അനുകമ്പ കടന്നു വരണമെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവന് അനുകമ്പ തോന്നുകയില്ല. എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവനെ അനുകമ്പയുണ്ടാകുള്ളൂ. ആ കൊടുക്കാൻ താല്പര്യമുള്ളവൻ അവരുടെ ഹൃദയത്തിലേക്ക് നോക്കും, അവരുടെ വേദനകളിലേക്ക് നോക്കും, അവരുടെ ബുദ്ധിമുട്ടുകളിലേക്ക് നോക്കും, അവരുടെ സാഹചര്യങ്ങളിലേക്ക് നോക്കും. എനിക്കെന്ത് കിട്ടണമെന്നുള്ള സ്വാർത്ഥത്തിൻ്റെ ഉള്ളിൽ കടന്നു നിൽക്കുമ്പോൾ ഒരിക്കലും ഒരാളോടും എനിക്ക് അനുകമ്പ തോന്നുകയില്ല. അവനിൽ നിന്ന് എന്ത് ഊറ്റാൻ പറ്റുമെന്നാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പോന്നോട്ടെ എന്നുള്ള ചിന്തയാണ്. അവനെ നമ്മൾ കൂടെ നിർത്തുന്നത് വരെ എന്തെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ കൂടെ നടക്കുന്നത് വരെ എന്തെങ്കിലും പ്രശസ്തിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ ചേർന്ന് നിൽക്കുന്നത് തന്നെ എന്തെങ്കിലും കാര്യം തട്ടിയെടുക്കാൻ വേണ്ടി. എന്നാൽ ഇതങ്ങനെയല്ല. ഈ അനുകമ്പ എന്ന് പറയുമ്പോൾ കർത്താവ് അത് കൊടുക്കുന്നതിന് കാരണത്തിരിയുള്ളൂ. അവർ പരിഭ്രാന്തര, ഇടയില്ലാത്ത ആടുകളെ പോലെ നടക്കുക എന്ന് അവരെ കണ്ടപ്പോൾ മനസ്സിലായി എനിക്കെന്ത് കൊടുക്കാൻ പറ്റും അവർക്ക്. അതാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിലായാലും വ്യക്തിപരമായ ജീവിതത്തിലായാലും എൻ്റെ മുമ്പിൽ വരുന്നവരെ എല്ലാവരും ഊറ്റിയെടുക്കുക എന്നുള്ളതല്ല, അവർക്ക് എന്ത് നന്മ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് നോക്കിയേ. അവർക്ക് എന്താ എനിക്ക് കൊടുക്കാൻ പറ്റും? ഒരു നല്ല വാക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുമോ? അവരുടെ ഹൃദയത്തെ ഒന്ന് കേട്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുകമ്പയുണ്ടാകുക. അല്ലെങ്കിൽ ഈ ഭാവം നമുക്കുണ്ടാകില്ല.